നമസ്തേ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് മെയ് 21 മുതൽ മെയ് 31 വരെയാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം 21, 22, 23, 24 ദിവസങ്ങളിൽ ഏതൊക്കെ ദിവസമാണ് പരീക്ഷ എന്നും അതിന്റെ ജില്ല ഏതാണെന്നുള്ളതും എല്ലാ കുട്ടികളെയും അറിയിച്ചിരുന്നു. ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേഷനിലൂടെ CUET നമ്മളെ അറിയിക്കുന്നത് 24, 25, 26, 27 ദിവസങ്ങളിൽ CUETയുടെ പുതിയ എക്സാം ഡേറ്റും അതുപോലെ തന്നെ സിറ്റി ഏതാണെന്നുള്ള അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അതിനകത്താണ് നമുക്ക് അഗ്രികൾച്ചറൊക്കെ എഴുതേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലുള്ള സബ്ജക്റ്റുകൾ, ഡൊമൈൻ സബ്ജക്റ്റുകളൊക്കെ എല്ലാ കുട്ടികൾക്കും തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് പരീക്ഷയിൽ എഴുതാൻ സാധിക്കും. അപ്പം അഗ്രികൾച്ചറൊക്കെയാണ് വേണ്ടതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പരീക്ഷ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണല്ലോ എഴുതേണ്ടത്. അപ്പം എക്സാം ഡേറ്റും അത് ഏത് ജില്ലയിൽ വെച്ചാണെന്നുള്ളതും CUETയുടെ സൈറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ദിവസങ്ങളിലെ പരീക്ഷയിലെ 21, 22, 23, 24 ദിവസങ്ങളിലെ ഹോൾ ടിക്കറ്റും അഡ്മിറ്റ് കാർഡും ഇന്ന് തന്നെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ ഏത് സെന്ററിൽ വെച്ചാണ് എക്സാം എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഡിഗ്രി സീറ്റുകളാണ് CUET വഴി കിട്ടുന്നത്. പിന്നെ പുതിയൊരു അനൗൺസ്മെന്റ് ഉള്ളത് നമുക്കറിയാം. ചിലപ്പോൾ എക്സാമിന്റെ കൂടുതൽ ആപ്ലിക്കൻസിനെ പരിഗണിച്ചുകൊണ്ട് ജൂൺ 1, 2, 4, 5 തീയതികളിലും CUET നടക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആപ്ലിക്കൻസ് ഒരു ജില്ലകളിൽ ഉള്ളതുകൊണ്ട് അതിന്റെ അനൗൺസ്മെന്റ് പുറകെ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നീറ്റ് എക്സാമും JEE കേരള എഞ്ചിനീയറിംഗിനും അപ്പുറം ഏറ്റവും താല്പര്യമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി സീറ്റുകളാണ് വേണ്ടതെങ്കിൽ CUETക്ക് അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളും CUET.samar.ac.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അവരുടെ എക്സാം ഡേറ്റും എക്സാം സിറ്റിയും ഇപ്പോൾ തന്നെ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.